നമ്മൾ പലതരത്തിലുള്ള അച്ചാറുകൾ കഴിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാനൊരു വീഡിയോ കണ്ടതുകൊണ്ട് ഒരു ചാറ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് അച്ചാറാക്കി കൂടാ, അങ്ങനെയാണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്യുന്നത്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി. ഇത് പീൽ ചെയ്തെടുക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനകത്തെ ആ ഒരു സാധനം കുറച്ച് ആ 4 പോലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കഴിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് എടുത്ത് കളഞ്ഞത്. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് കഴുകി എടുത്ത ശേഷമാണ് ഞാൻ ഇതിന് തൊലി പൊളിച്ചെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഒരു കത്രിക കൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തു. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള വലിപ്പം കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരുമാതിരി ചെറുതായിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓറഞ്ച് പൊളിക്കുന്നതിന് മുമ്പ് തന്നെ ഓറഞ്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. പൊളിച്ച് കഴിഞ്ഞ് തൊലി കഴുകിയെടുക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും വേണം നമുക്ക് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുന്നതിന്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉലുവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ പൊടി വേണമെങ്കിലും ചേർക്കാം. നമ്മൾ സാധാരണ അച്ചാറിനൊക്കെ ചേർക്കുന്നതാണ്. പക്ഷേ ഞാനിതിവിടെ ഒന്നും ചേർത്തിട്ടില്ല. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2 ഓറഞ്ചിൻ്റെ തൊലി മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇച്ചിരി എരിവും പുളിയും മധുരം എല്ലാം കൂടെ ഒരുപോലെ നിൽക്കുന്നതാണ് കേട്ടോ ഇതിന് ടേസ്റ്റ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി നാളൊന്നും ഇത് കേടുകൂടാതെ ഇരിക്കുമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് പുളിയൊക്കെ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തു. ഇതുപോലെ ഏകദേശം ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ശർക്കര ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് കുറി ഏകദേശം വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഉപ്പും പുളിയും ഒക്കെ നോക്കണം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പുളിയും എരിവൊക്കെ ഇച്ചിരി വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയത് ഇതുപോലെ ആകും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്തായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ. കുറച്ചും കൂടെ പുളിയും കുറച്ചൊരു ഗ്രേവിയൊക്കെ ആകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തത്. അപ്പോൾ വിനാഗിരി വേണ്ടെങ്കിൽ അത് കണ്ട് പുളി ചേർത്താലും മതി. നമ്മുടെ ഇവിടെ ഈ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെറുതെ കളയുന്ന ഒരു സാധനമല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.